നാടൻ കറിയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. പ്രധാനമായും നമ്മുടെ താള്, ചേമ്പ്, അതുപോലെ തന്നെ പപ്പായ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു നാടൻ കറി ഉണ്ടാക്കാം. അതിൽ ആദ്യമായി തന്നെ ഞാൻ താളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. താള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേമ്പ് വർഗത്തിൽപ്പെട്ട ഒരു വസ്തുവാണ് താള്. ഈ താള് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന വിധം നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഇതാണ് താള് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഇല എന്ന് പറയുന്നത് ഫുള്ള് വെള്ളയാവും. ഈ താളിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫുള്ള് വെള്ളയാണ് ഇതിൻ്റെ തണ്ട്. അതുകൊണ്ട് തന്നെ ഇത് താളാണ്. താള് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല, വളരെയധികം ചൊറിയും. പന്നികൾ പോലും ഈ താള് കുത്തലില്ല, കാരണം അത് അത്രയ്ക്കും ചൊറിച്ചിലാണ്. ഒറിജിനൽ ചേമ്പ് ഇവിടെ ചുവപ്പുണ്ടാവും, ഈ തണ്ട്. താള് ഇവിടെ ചുവപ്പുണ്ടാവില്ല, ഫുള്ള് വെള്ളയാണ്. അതുപോലെ ഇതിൻ്റെ വേര് പോലത്തെ ഒരു ശിഖരം ഇതിലെ 4 ഭാഗത്തു കൂടി പാസ് ചെയ്തിട്ടുണ്ടാവും. ഈ താളിന് മാത്രമേ ഇതുണ്ടാവുകയുള്ളൂ. ഇതൊരു നമ്മൾ കണ്ടാൽ വേരാണ് കരുതും, പക്ഷേ വേരെയല്ല, വള്ളി പോലത്തെ ഭാഗങ്ങൾ 4 ഭാഗത്തേക്കും പടർന്ന് പന്തലിച്ചിട്ടുണ്ടാവും. അതാണ് നമ്മൾ താളിനെ മനസ്സിലാക്കുന്നത്. ഈ താളിൻ്റെ പൂവ് ശേഖരിക്കണം. കേട്ടെ, ഈ താളിൻ്റെ ഈ പൂവ് നല്ല ഔഷധ ഗുണമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ പൂവ് ശേഖരിക്കണം. ഈ പൂവ് ശേഖരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കായ കൂടരുത്. ഈ പൂവ് മാത്രമേ എടുക്കാൻ പാടുകയുള്ളൂ. ഈ പൂവ് അതുപോലെ തന്നെ നമ്മുടെ ഈ ചേമ്പ്, ഒറിജിനൽ ചേമ്പ്, ഈ ചേമ്പിൻ്റെ തണ്ട് ഈ ചേമ്പിൻ്റെ തണ്ട്, അതുപോലെ തന്നെ താളിൻ്റെ പൂവ്, പപ്പായയുടെ പച്ച പപ്പായ, അതുപോലെ തന്നെ ഈ ചേമ്പിൻ്റെ കിഴങ്ങ് എന്നിവയെല്ലാം മിക്സാക്കി നല്ല കഴുകി കൊത്തി അരിഞ്ഞതിന് ശേഷം നല്ല മൺകലത്തിലോ മറ്റുള്ള കുടുക്കയിലോ ഇട്ട് നല്ലവണ്ണം വേവിച്ച് കഴിഞ്ഞാൽ അത് നല്ല ഒരു കൂട്ടാനാകും. ആ കൂട്ടാൻ വളരെയധികം ടേസ്റ്റാണ്. ഈ താളിൻ്റെ പൂവ് നല്ല വാസനയാണ്. ഈ പൂവ് മാത്രമേ ശേഖരിക്കാൻ പറ്റുകയുള്ളൂ. ഇതിന് വിത്ത് വളരെ കുറവാണ്. വിത്ത് ഉണ്ടാവും, പക്ഷേ ചെറിയ വിത്താവും. ഇതിൻ്റെ ശിഖരം ഈ ഭാഗം കംപ്ലീറ്റ് ചെത്തി കഴിഞ്ഞതിന് ശേഷം ഉള്ളിലുള്ള തണ്ട് മാത്രമേ എടുക്കാൻ പാടുകയുള്ളൂ. നല്ല ടേസ്റ്റാണ്. ഇതിൽ കൂട്ടുന്നത് താളിൻ്റെ പൂവ്, അതുപോലെ തന്നെ ചേമ്പിൻ്റെ തണ്ട്, പച്ച പപ്പായ, അതുപോലെ തന്നെ ഈ ചേമ്പിൻ്റെ കിഴങ്ങ്, ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു കറി ഉണ്ടാക്കിയാൽ, നാടൻ കറി, വളരെയധികം ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതുകൊണ്ട് ഈ നമ്മുടെ ഈ ചേമ്പ് വർഗത്തിൽപ്പെട്ട ഈ താള് എന്ന ചേമ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല, പക്ഷേ അതിൻ്റെ പൂവ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ തണ്ട് ഫുള്ള് വെള്ളയാണ്. ഒറിജിനൽ ചേമ്പ് തണ്ട് ചുവപ്പാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ താള് പറമ്പിൽ വളരെയധികം വെറുതെ ഉണ്ടാകുന്നൊരു വസ്തുവാണ്. അതുകൊണ്ട് ഈ നാടൻ കറികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. നിങ്ങളുടെ ഭക്ഷണത്തിൽ നാടൻ കറികൾ ഉൾപ്പെടുത്തുക. നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു വസ്തുവാണ്. വരും തലമുറയ്ക്ക് നാടൻ കറിയെക്കുറിച്ച് അറിയുന്നില്ല. അത് പറഞ്ഞു കൊടുക്കേണ്ടത് പഴയ തലമുറയാണ്. അത് ഉണ്ടാക്കി കൊടുക്കണം. ഈ നാടൻ കറി നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തണം. അത് നിലനിർത്തണം. ഓക്കെ, താങ്ക് യു.